ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ മഴത്തോരും മുൻപേ സീരിയലിന്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അലീന തിരിച്ചു പോവാണ് കേട്ടോ. എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു രംഗമാണിത്. ഈ പ്രമോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ അലീന ബബിതയോടാണ് കേട്ടോ യാത്ര പറയുന്നത്. എന്നിട്ട് അവൾക്കൊരു വാച്ചൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. അവൾക്ക് നല്ല വിഷമമുണ്ട്, കാരണം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അവളെ. എന്നിട്ടും ഒരു ദേഷ്യമോ ഒരു പകയോ ഒന്നും ഇല്ലാതെ അലീന വീണ്ടും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നല്ലൊരു വാച്ചൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. ചെയ്തു പോയ തെറ്റോർത്ത് കുറ്റബോധം വരുന്നുണ്ട്. എന്നിട്ട് ബബിത സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, ചേച്ചീനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചേച്ചിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞല്ലോ, അതുപോലെ ചേച്ചി എന്നോട് പൊറുക്കണം. അത് കേട്ടപ്പോൾ അലീന സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, കാരണം നീ എന്നോട് തിരിച്ച് സ്നേഹം കാണിച്ചല്ലോ, അതെന്നെ വലിയ കാര്യം. എനിക്ക് ആരോടൊരു ദേഷ്യമില്ല. നീ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലായി, നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, അതെന്നെ വലിയ കാര്യം മോളെ. നീ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, എന്നും നീ എൻ്റെ അനിയത്തിക്കുട്ടി ആയിരിക്കും എന്നൊക്കെ പറയാനുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഓരോരുത്തർക്കും എന്നെ സ്നേഹിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്, എല്ലാവരും അറിഞ്ഞു, അതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ നിനക്കൊന്നും അറിയില്ല, എന്നിട്ടും നീ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അതെൻ്റെ വലിയ കാര്യം മോളെ എന്നൊക്കെ ഇങ്ങനെ അലീനി സങ്കടത്തോടു കൂടെ പറയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ നേരെ വൈജയനെ കാണാനായിട്ട് പോവാണ്. പക്ഷെ മനുവിനെയാണ് ആദ്യം കാണുന്നത്. അവളെ കണ്ടപ്പോൾ അതീവ ഹൃദയവേദനയോട് കൂടെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഓ യാത്ര പറയാൻ വന്നതായിരിക്കും അല്ലേ. അപ്പോൾ അവളും തിരിച്ച് ആ ഒരു സങ്കടത്തോടു കൂടെ തിരിച്ച് പറയുന്നുണ്ട്, അതെ എനിക്ക് മാഡത്തിനോട് ആദ്യം യാത്ര പറയണം, പിന്നെ ഇവിടെ അല്ല എല്ലാവരോടും എനിക്ക് യാത്ര പറയണം. അത് കേട്ടപ്പോൾ മനുവിനൊരു കുഞ്ഞു കുശുമ്പും ഒരു സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അപ്പോൾ എന്നോട് യാത്രയൊന്നും ചോദിക്കുന്നില്ലേ. അതിനവൾക്ക് മറുപടി ഇല്ല കേട്ടോ, കാരണം അവന് ഭയങ്കര വിഷമമുണ്ടെന്ന് അവൾക്ക് അറിയാം, അവളില്ലാതെ അവന് പറ്റില്ല എന്നും അവൾക്കറിയാം. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിന്റെ ആരുമല്ലേ, നിനക്ക് എന്നോട് യാത്രയൊന്നും പറയണ്ടേ, നീ അങ്ങ് പോവാണല്ലേ എന്നൊക്കെ അവൻ ഭയങ്കര സങ്കടത്തോടു കൂടെ, എന്നാൽ അതിലേറെ മൂർച്ചയേറിയ വാക്കുകളാണ് കേട്ടോ അവൻ ഉപയോഗിക്കുന്നത്. അലീനയ്ക്കാണെങ്കിൽ എന്താ തിരിച്ചു പറയാമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ മനുവായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവൻ അവളെ ഒന്ന് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ കണ്ണിലൊക്കെ വെള്ളം നിറയാണ് കേട്ടോ. അവൻ അത്രയും നേരമൊന്നും അങ്ങനെ ഒരു മുഖത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും അവന് വിഷമമുണ്ട്. അവള് വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ അവനില്ലായിരുന്നു. കുറച്ചു നേരം കൂടെ നിന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പോവല്ലേ എന്ന് പറഞ്ഞു പോകുന്നുള്ളൊരു പേടിയോണ്ട് അവൻ അകത്തേക്ക് പോവാണ് കേട്ടോ. അത് അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞിട്ടും അവൾ അതേ നിൽപ്പാടെ തുടരുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും അകത്തേക്ക് കയറി പോവാണ്, കാരണം അവൾക്കും ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അവൾ വൈജയനെ കാണുകയാണ്. പക്ഷെ വൈജയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി അവളെ നോക്കുന്നത്. എങ്കിലും അവൾ പോവാന്നുള്ള കാര്യം പറയുമ്പോൾ വൈജ അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ മാഡത്തിന് എല്ലാ സത്യങ്ങളും മനസ്സിലാവും, ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ മാഡം അറിയും, ഞാൻ എന്തായാലും മാഡത്തിന് എൻ്റെ സ്വന്തം അമ്മേനെ പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വൈജ ഒന്നും ഉൾക്കൊള്ളുന്നില്ല കേട്ടോ. എന്നിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറഞ്ഞ് ആട്ടി ഇറക്കുകയാണ്. അങ്ങനെ അവൾ സങ്കടത്തോടു കൂടെ അതീവ ഹൃദയവേദനയോട് കൂടെ അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ് കേട്ടോ. അവൾ ഇറങ്ങി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ പ്രമോ അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് എന്തായിരിക്കും. എല്ലാ സത്യങ്ങളും വൈജ അറിയുമോ, എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ എങ്ങനെയായിരിക്കും അലീനയോട് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ മനുവിൻ്റെ ഈ ഒരു പ്രണയം അവൾ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അവൾ പോകുമോ, അവനെ സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. മഴത്തോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്